ആരാ അത്? വാ വാ വന്നെന്നറിഞ്ഞു. കച്ചവടമൊക്കെ തുടങ്ങിയെന്ന് ഹമീദ് സാറ് പറഞ്ഞു. കച്ചവടം തുടങ്ങിയെന്ന് മാത്രമല്ല, പെണ്ണും കെട്ടി 2 കുട്ടികളുമായി സന്തുഷ്ട കുടുംബം. സുരേഷ് ഇപ്പൊ എവിടെ? അവനിപ്പോ ഗൾഫിലാ, മസ്കറ്റില്. ഗോപാലകൃഷ്ണൻ സാറ് പെൻഷനായി നാട്ടിൽ സെറ്റിൽ ചെയ്തു. കഴിഞ്ഞ തവണ സുരേഷ് നാട്ടിൽ വന്നപ്പോ എന്നെ ഒന്ന് കണ്ടിരുന്നു. തന്റെ കാര്യമൊക്കെ ചോദിച്ചു. ബാ ഒരു ജ്യൂസ് കഴിക്കാം. വേണ്ട. അതെന്താ അങ്ങനെ? ജ്യൂസ് കഴിക്കാന്നേ. വേണ്ട ചേട്ടാ, ഞാൻ തന്നെ കാണാൻ വന്നത് വേറൊരു കാര്യത്തിന്. എന്താ? എനിക്ക് എന്തെങ്കിലും ഒരു പണി വേണം. തന്റെ പരിചയത്തിലോ ബന്ധത്തിലോ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവോ? നല്ല കാര്യമായി. ഈ ലോകത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ജോലി. ഞാൻ തന്നെ എത്ര കാലം തെണ്ടി നടന്നു അറിയാമോ? ആരുടെയൊക്കെ കാല് പിടിച്ചെന്നറിയാമോ? അവസാനം മനസ്സിലായി, ജീവിക്കണോ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം. അല്ല, ഞാൻ എന്ത് ജോലിയും ചെയ്യാം. എന്തു ജോലി? കിളയ്ക്കാന്ന് അല്ലേ? അതിനും തയ്യാറാണ്. അതിനിവിടെ കിളയ്ക്കാൻ അറിയുന്ന നല്ല തൂമ്പാ പണിക്കാരുണ്ട്. തന്നെ ആർക്ക് വേണം? ഇനി ചുമടെടുക്കാമെന്ന് വെക്ക്, യൂണിയനിലുണ്ടാവണം. യൂണിയനിൽ ചേരണമെങ്കിലോ ചുരുങ്ങിയത് 50,000 രൂപയെങ്കിലും വേണം. ആ കാശുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കട തുടങ്ങരുതോ? ഞാൻ ഒഴിഞ്ഞു മറിയൊന്നുമല്ല, നോക്കാം. കിട്ടിയാൽ ഉപകാരമായി. ഞാൻ പല വഴിയും നോക്കണുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ എന്റെ ഒരു ഹിസ്റ്ററി അറിയണവര് ഉണ്ടെങ്കിലും തരില്ലല്ലോ. ചേട്ടാ, ചേട്ടനോട് കടയിലേക്കൊന്ന് വരാമോന്ന് അച്ഛൻ ചോദിച്ചു. അച്ഛനാ? ആരുടെ അച്ഛൻ? എന്റെ അച്ഛൻ. ഇത് നമ്മുടെ പഴയ പരമേശ്വരന്റെ മോളാ.